ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അശ്വതയാണ്. അവൾക്ക് ജയശ്രീയായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ അത് നോക്കിയാ പോരെ? അല്ല മോനെ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഈ കാര്യത്തിൽ എനിക്കൊന്നും ആലോചിക്കാനില്ല. ഞാൻ കൂടി പ്രതീക്ഷ കൊടുത്തിട്ടാ അശ്വത കല്യാണ പെണ്ണായി ഒരുങ്ങി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ കരയ്ക്കുന്നതാണ് തെറ്റ്. പൃഥ്വിയുടെ തീരുമാനം പറഞ്ഞല്ലോ. ഇനി ഈ കാര്യത്തിൽ വേറെ ഒരു സംസാരം വേണ്ട. ശരി, പൃഥ്വിയുടെ ഇഷ്ടം പോലെ കല്യാണം നടക്കട്ടെ. പക്ഷേ ജയശ്രീയുടെ മോള് ഈ കല്യാണ പരിസരത്തുണ്ടാവരുത്. ഞങ്ങൾക്ക് സമ്മതമാണ്. നിങ്ങളൊക്കെ പറയുന്ന ഒട്ടും ശരിയല്ല. ദുർഗയെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. പറ്റില്ല പൂർണിമേ. ദുർഗ ഈ കല്യാണത്തിന് പങ്കെടുത്ത ഞാനും എന്റെ ബന്ധുക്കളും ഇവിടുന്ന് പോവും. അയ്യോ, അതൊന്നും വേണ്ട. ദുർഗ ഈ കല്യാണത്തിന് പങ്കെടുക്കില്ല. എങ്കിൽ പിന്നെ കല്യാണത്തിന്റെ ബാക്കി ചടങ്ങുകളൊക്കെ നടക്കട്ടെ. എല്ലാരും പോയിക്കോളൂ. മോളെ, ദുർഗെ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. എങ്ങോട്ട്? അതൊന്നും നടക്കില്ല വസുമതി. കരഞ്ഞ് കാല് പിടിച്ചതുകൊണ്ടാ ഈ കല്യാണം നടക്കാൻ പോകുന്നത്. ഓഹോ, അതും ഇവൾ പങ്കെടുക്കില്ലെന്ന ഉറപ്പിന്മേൽ. എന്നിട്ട് ഇപ്പോൾ അമ്മ എന്തിനാ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നേ? അമ്മയെന്നല്ല, ആര് പറഞ്ഞാലും ഇവളെ ഈ പരിസരത്ത് പോലും ഞാൻ നിർത്തില്ല. ഇറങ്ങിപ്പോടി. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാരും ഒന്ന് കേൾക്കണം. എന്താ പറ. പൃഥ്വി നമ്മൾ വിചാരിക്കുന്ന ആളല്ല. അവന്റെ സ്വഭാവം ശരിയല്ല. ഈ വിവാഹം നടന്ന അശ്വതിയുടെ ജീവിതം നശിക്കും. ഈ വിവാഹം നടത്തരുത്. ഇനിയൊരു അക്ഷരം നീ മിണ്ടരുത്. ഇറങ്ങിപ്പോടി. എന്റെ മോളുടെ ജീവിതം തകർക്കാൻ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇറക്കി വിട് നാത്തുനെ അവളെ. ഇറങ്ങടി. നിർത്ത് വസുമതി. നീ എന്ത് വിവരക്കടായി കാണിക്കുന്നേ? നീ എന്തിനാ ഈ പാവത്തിനെ എങ്ങനെ ദ്രോഹിക്കുന്നത്? രണ്ടുപേരും ഒരു അക്ഷരം മിണ്ടരുത്. ഇത്രയും നേരം ഞാനും എന്റെ മോളും അനുഭവിച്ച വേദന കണ്ടു നിന്നവരല്ലേ നിങ്ങള്? അപ്പൊ നാം എവിടെയായിരുന്നു? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, വേണമെങ്കിൽ തല്ലിക്കൊന്നു. പക്ഷെ ഈ കല്യാണം നടത്തരുത് പ്ലീസ്. ഇറങ്ങി പോടി. നിന്നെ ആട്ടോട്ടിക്കുന്നത് കണ്ടു നിൽക്കാൻ ഈ മുത്തശ്ശിക്ക് വയ്യോ മോളെ. നീ പൊക്കോ. നിന്നോടല്ലേ പറഞ്ഞു പോകാൻ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഈ പരിസരത്തെങ്ങും നിന്നെ കണ്ടുപോകരുത്. ഓടി.